ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് കൃതീസ് വേൾഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ. ദി ബേബി ഉറങ്ങുകയാണ്. ഉച്ചക്കത്തെ ഉറക്കമല്ല, 10 മണിക്കൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഉറക്കാട്ടോ. ഫുള്ള് നിരത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട്, എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ പണി. അപ്പോൾ നമുക്ക് വാതിലടച്ചിട്ട് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ച കേട്ടാൽ മതി അപ്പം എണീക്കും. ഒന്ന് അനങ്ങിയാൽ മതി, കുട്ടി പെട്ടെന്ന് എണീക്കും. അപ്പോൾ ഞാൻ വാതിലിങ്ങനെ അടച്ചിട്ടാട്ടോ പോവാറ്. എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയാലും കരയും. കുറച്ച് തോരടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തോരട്ട് നോക്കട്ടെ. ഈ കാണുന്ന ഫോട്ടോ അല്ലേ, പഴയ മോഡൽ ഫോട്ടോ നിൽക്കണുണ്ടില്ലേ, അത് ഞാനാട്ടോ. ഞാൻ ചെറിയ കുട്ടിയിൽ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ. ഇതൊക്കെ കൃതി ബേബീൻ്റെ ഓരോ മന്ത് ഉണ്ടല്ലോ, പ്രസവിച്ച് കഴിഞ്ഞ തൊട്ട് ഇപ്പോൾ 1 വയസ്സ് വരെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ലാമിനേഷൻ ചെയ്തെടുത്ത് കേട്ടോ. ഇത് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ പോലെ. പിന്നെ ഞാനും അനിയനും ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ കേട്ടോ. ഞാനും അനിയനും അമ്മയും അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി കിച്ചണിൽ കണ്ടില്ലേ, ഒക്കെ വലിച്ചു വാരി ഇട്ടുകയാണ്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് പാത്രം കഴുകാനും തുടയ്ക്കാനും അടിച്ചു വരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. കുഞ്ഞ് ഉറങ്ങണോണ്ട് ആ ഒരു ടൈമാണ് ഏറ്റവും വിലപ്പെട്ട ടൈമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ വേണം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ കൂടെ ഓന് കുളിക്കാൻ വേണ്ടി പോയത് കേട്ടോ. ഞാനവിടെ ഫോണ് സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം, കാരണം ഇനി വെള്ളം കുടിക്കാനൊന്നും ടൈമില്ല. ഇനി ഇങ്ങനെ ഓടലാക്കരം, കാരണം ഒരൊറ്റ അനക്കം കേട്ടാൽ മതി കൃതി ബേബി എണീക്കും. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വേണ്ടാത്തതും കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അടുക്കള പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഒരു മൂലയ്ക്ക് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് വേണം പാത്രം ഒന്ന് കഴുകി വെക്കാൻ. പാത്രമായി കഴുകട്ടെ കേട്ടോ. ഇന്നലത്തെ ബാക്കി ചോറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛന് എങ്ങനെയായാലും ചീത്ത കേട്ടോ. അപ്പം അച്ഛൻ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് കൊണ്ടുപോയി കോഴികൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും. പെൻഡിങ്ങിൽ വരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ. എന്നാൽ രാത്രിത്തെ ചോറൊന്നും ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് ആരും അങ്ങനെ കഴിക്കാറില്ല, അല്ലെങ്കിൽ പിന്നെ തിളപ്പിച്ച് കൂട്ടിയാണ് അങ്ങനെ കഴിക്കും. അപ്പോൾ നമ്മളിതാ ഫുള്ള് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ഒന്ന് അടിച്ചു വരണം. അടിച്ചുവരി കഴിഞ്ഞിട്ട് തുടയ്ക്കണം. അത്രേ ഉള്ളൂ. കൃതി ബേബി അവിടെ ഉറങ്ങുകയാണ്. ഞാനിങ്ങനെ ഒരു കണ്ണ് എപ്പോഴും അങ്ങോട്ടുണ്ട്, കാരണം ഒച്ചയിട്ടാൽ പിന്നെ കഴിഞ്ഞില്ലേ, ഇനി ഒന്നും പണി നടക്കില്ല. പിന്നെ എല്ലാ പണി വേഗം കഴിക്കട്ടെ കേട്ടോ. സ്റ്റേ തുടയ്ക്കലാണ്. തുടയ്ക്കാൻ വേണ്ടിയിട്ട് വടിയും ബക്കറ്റൊക്കെ എടുത്ത് ഞാൻ പോവുക കേട്ടോ. നമ്മുടെ കൊലായി സിറ്റ് ഔട്ട്, അത് ഞങ്ങളിവിടെ കൊലായി എന്നിട്ട് പറയുക. അപ്പോൾ അത് ആദ്യം തുടച്ചപ്പോൾ ഞാൻ നോക്കുകയാണ്, വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയായാലും ഒച്ചയിട്ടാൽ എണീക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു കണ്ണ് അങ്ങോട്ടും നോക്കിയിട്ട് ഞാൻ തുടയ്ക്കുന്നത്. ഫ്രണ്ടിലൊരു റൂമുണ്ട്, അപ്പോൾ ആ റൂം തുടച്ചിറങ്ങാട്ടോ. ഞാൻ തുടച്ചിറങ്ങിയിട്ട് വേണം ഉള്ളിലത്തെ ഇതൊക്കെ അടയ്ക്കാൻ. അപ്പോൾ തുടച്ച് ഇങ്ങനെ ഇറങ്ങലും വാതിലടയ്ക്കലും മാത്രം ഓർമ്മ ഉള്ളൂ കേട്ടോ എനിക്ക്. പിന്നെ കണ്ടില്ലേ, ആളെണീറ്റു. ആ ഒരു വാതിലടയ്ക്കലാണ് എണീറ്റ്. പിന്നെ അമ്മച്ചനും കൊച്ചുമോളും ഇരുന്ന് കളിക്കാണ് കാറിൽ. അമ്മച്ചൻ ഓട്ടാൻ അറിയുമോ എന്ന് നോക്കാട്ടോ. അച്ഛന് ഓട്ടിയാൽ ഫ്രണ്ട് കാണുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ. കൃതി ബേബിക്ക് മീൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മീനിൻ്റെ അവസ്ഥ എന്താവും എന്ന് ഞാൻ പറയണ്ടല്ലോ. 5 ദിവസം ഉണ്ടാവും, 5 ദിവസം ഉണ്ടാവില്ല, 2 ദിവസം ഉണ്ടാവും. പറ്റിങ്ങളും തള്ളിൽ ഇങ്ങനെ കളിച്ചോണ്ട് പണികളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നോക്കിക്കണം, എന്താ പറയുക, നമ്മുടെ അപ്പുറത്ത് കോട്ടേഴ്സാണല്ലോ. അപ്പോൾ അവിടെ പുതിയ അയൽവാസികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നോക്കണം. ഇതെങ്ങനെയുണ്ട് എൻ്റെ കൃതി ബേബീനെ? സെറ്റല്ലേ? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ? അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കിയെടുത്ത് ഇതൊക്കെ എൻ്റെ മാലി ഇതൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സോങ് വേണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് എന്നാലേ. ഈ ഒരു ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ. കൃതീസ് വേൾഡ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടെങ്കിൽ കൃതി ബേബിക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ല കേട്ടോ എല്ലാവരും. ടൈം ഉച്ചയായിട്ടോ. ഉച്ചയ്ക്ക് ഇന്നതാ മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ ഇണ്ണിത്തണ്ട് തോരനും പിന്നെ പച്ചവായക്കല്ലേ അതും മുരിങ്ങ കൂട്ടാനാണ് കേട്ടോ. കൃതി ബേബി ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. ഇനി വെള്ളം കൊടുത്ത് വായൊക്കെ ഒന്ന് കഴുകി കൊടുക്കാനുണ്ട്. എന്താ ആലോചിച്ചിരിക്കുക തന്നെ, ഒഴിച്ചിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല തോന്നുന്നു.
ഫുൾ അലമ്പ് കട്ടി നടക്കുകയാണ് പുറത്ത് കൂടെ. ഉണ്ടോ, മണ്ട കിടക്കുക അതൊക്കെ. അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. അമ്മ നീ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് റിപ്പീറ്റ് തിരിച്ചു പോകും, റിട്ടേൺ അടിക്കും. അപ്പോൾ ഇതാ അനിയൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടു പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യുകയാണ്. അവിടുത്തെ വെള്ളമൊക്കെ അടിച്ചൊരു നീക്കി ചൂലൊക്കെ എടുത്ത് വെച്ചിൻ്റെ കുട്ടി. ആഹാ, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഗൃഹനാഥയായി. ഞാന് സൂപ്പുണ്ടാക്കുക. നേരത്തെ അമ്മമ്മ പോകാൻ വേണ്ടി നിന്നപ്പോൾ മിഠായി വേണം പറഞ്ഞപ്പോൾ അച്ചിച്ചൻ്റെ പൈസ ഇടണതിന്ന് മിഠായി വാങ്ങാൻ പൈസ എടുക്കുകയാണ് രണ്ടാളും കൂടി. അപ്പോൾ അത് അമ്മമ്മയുടെ ഒപ്പം പോരണം പറഞ്ഞാണ്ട് കരയാട്ടോ. അപ്പം ഞാൻ കരഞ്ഞപ്പോൾ മിഠായി വാങ്ങണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് കരുതി. ഉണ്ണിയപ്പം ഉണ്ടാക്കണം വൈകുന്നേരത്തിന്. അപ്പോൾ കുറച്ച് ശർക്കരയും എണ്ണയൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാമെന്ന് കരുതി. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. ഞങ്ങൾ റോഡിൽ വരാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വഴി ഉണ്ട്. അപ്പുറത്തെ വീടിന് ഇപ്പുറത്തെ സൈഡിൽ കഴിഞ്ഞാൽ റോഡായി. അപ്പോൾ അതിൽക്കൂടെ ഇങ്ങനെ നടന്ന് പോരും കേട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റാണത്. അതിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കട്ടോ. പൈസ ഉണ്ടാകുമ്പോൾ ആദ്യം വാങ്ങിക്കുക കൃതിദേവിയുടെ പാമ്പേഴ്സാണ്. എവിടേക്കെങ്കിലും പോകുമ്പോൾ പാമ്പേഴ്സാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ ആയാലും 20ൻ്റെ 2 വാങ്ങി വെക്കും. അപ്പോൾ 4 പാമ്പേഴ്സ് അതിലുണ്ടാവും. പിന്നെ പേടിക്കുന്ന ആവശ്യമില്ല. പോകുമ്പോഴല്ല. ഈ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ പാമ്പേഴ്സിൽ അങ്ങനെ മൂത്രയിക്കില്ല. ഉണ്ടെങ്കിൽ മൂത്രയിക്കാൻ മുട്ടാൽ തന്നെ അമ്മച്ചി അങ്ങനെ പുറത്ത് പോകേണ്ടേ ചോദിക്കുള്ളൂ. അപ്പോൾ അതും വേസ്റ്റാണ്. മറിച്ചിടല്ലേ. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ വീട്ടിൽ പാമ്പേഴ്സും കാര്യങ്ങളും വേണമല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ പാമ്പേഴ്സ് എടുക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് കണ്ണ് പലയിടത്തും ശ്രദ്ധിക്കേണ്ട. നേരെ ശർക്കര വാങ്ങാം. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നില്ല. കാരണം എന്താണ് വാങ്ങാൻ പോയത് അത് വാങ്ങാതെ ബാക്കിയുള്ളൊക്കെ വാങ്ങിപ്പോകും. നമ്മൾ ശർക്കര നോക്കട്ടോ. ഈ ശർക്കരക്ക് 90 രൂപ. ഇതിന് എത്ര? അപ്പോൾ അതും വാങ്ങിച്ച് കുജി ബേബി അവിടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പപ്പടമൊന്നും വേണ്ട. അപ്പോൾ മിഠായി സെക്ഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് വാശി പിടിച്ചു. ഞാൻ 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കഴിക്കണം തോന്നില്ല. ചോക്ലേറ്റ് മുട്ടായി തന്നെ വാങ്ങി തരാം. ആൾക്ക് വേണ്ടത് കിറ്റ്കാറ്റ്, ഡയറി മിൽക്കൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് വാശി ഇങ്ങനെ പിടിക്കാൻ. ഏത് മുട്ടായി? ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ട് ആളെ ഫ്രണ്ടിൽ നടക്കണം. എന്തിനാ അറിയാം, കേസിൽ മിഠായി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ പൊരിയാവിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ അടുത്ത അയൽവക്കത്തെ കുട്ടികളൊപ്പം കളിക്കാൻ പോലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പൊരിയാവിൽ കിട്ടിയത്. അപ്പോൾ അത് നല്ല ഇഷ്ടമായി. അതിൻ്റെ മിഠായി ബിസ്ക്കറ്റ് 2 വാങ്ങിച്ചു. പിന്നെ ഇതാ മിഠായിയും കാര്യങ്ങളൊക്കെ കേട്ടോ. എപ്പോഴും മിഠായി ആണ്. പുറത്ത് പീടിയേക്ക് പോകണം. നടന്നു പോയി പൊട്ടിച്ചിക്കണേ. ഇതെന്താ നൂലൊക്കെ പൊട്ടിച്ചിക്കണേ. ഞാനേ പൊട്ടിച്ചിക്കണേ തിന്നല്ലേട്ടാ. അത് സന്തോഷം ഉണ്ടല്ലോ. പല്ലങ്ങാനും പൊയ്പ്പല്ലാവട്ടെ ഉണ്ടല്ലേ. നമ്മളെ വന്ന വാവറങ്ങേ കുഞ്ഞ വാവറങ്ങ വാ. പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഞാൻ മറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേനോ. ഞാൻ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഞാൻ പഴം വാങ്ങാൻ മറന്നുപോയി. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഴം വേണമല്ലോ, അത് വാങ്ങാൻ മറന്നുപോയി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതെങ്കിലും ഒന്ന് മറന്നുപോയി. ഇപ്പം അതിനെ അനിയനെ കുത്തിപ്പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുപോകണം. ഒരു മുട്ടായി കഷ്ണയ്ക്ക് തന്നില്ലല്ലോ ജി. കൂട്ടസൊക്കെ ഇട്ടിക്കണ്. സൂപ്പർ കാണിച്ച ഒരു ടാറ്റ ബൈ കൊടുത്ത. സീ യു. താങ്ക് യു. അപ്പം നാളെ കാണാം. ബൈ.